ഹായ് ഡിയർ. നിങ്ങൾക്ക് ഒരു കാര്യത്തിൽ തീരുമാനമെടുക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടതെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനൊരു കാര്യം ഉണ്ടെങ്കിൽ അതിന് ആ, അതിനെക്കുറിച്ച് നിങ്ങൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ ഒരു കാര്യം ആയിക്കോട്ടെ, പല കാര്യങ്ങളുണ്ട്. അതിൽ നിന്നൊന്ന് ചൂസ് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ കൂടി നിങ്ങൾ ആ കാര്യങ്ങളെക്കുറിച്ച്, ഇപ്പോൾ ഒരു കാര്യമാണെങ്കിലും അതിൻ്റെ പോസിബിലിറ്റീസ് എന്താണ്, അതിൻ്റെ മെറിറ്റ്സ് എന്താണ്, അതിൻ്റെ ഡിമെറിറ്റ്സ് എന്താണ്, പല കാര്യങ്ങളുണ്ട്. അല്ലെങ്കിൽ രണ്ട് ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ ആ രണ്ട് കാര്യങ്ങളെക്കുറിച്ചും നിങ്ങൾ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം. അതിനുവേണ്ടി ആദ്യം നിങ്ങളൊരു പഠനം നടത്തുക. അതുമായി ബന്ധപ്പെട്ട അറിവുള്ള വ്യക്തികളോട് സംസാരിക്കുക. ഫോൺ നമുക്ക് യൂസ് ചെയ്യാം അത്തരത്തിൽ. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും അടുത്തുള്ളൊരു വ്യക്തിയോട് നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയാസ് ഷെയർ ചെയ്യാം. അപ്പോൾ അവരും നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ അവിടെ പറഞ്ഞു തരും, അവർ ക്ലിയർ ചെയ്ത് തരും. അത്തരത്തിൽ ഒരു പൂർണ്ണമായ ഒരു ഐഡിയ നേടിയെടുക്കാനായിട്ട് മാക്സിമം ശ്രമിക്കുക ആ ഒരു കാര്യത്തെക്കുറിച്ച്. അപ്പോൾ തന്നെ നിങ്ങൾക്കൊരു ഏകദേശ ധാരണ കിട്ടും നിങ്ങളെ കൊണ്ട് കഴിയുന്ന കാര്യമാണോ ഇല്ലയോ എന്നുള്ളത്. എന്നിട്ട് ഡിസിഷൻ എപ്പോഴും നിങ്ങളുടെ ആയിരിക്കണം. നിങ്ങൾ ഒരിടത്തിരുന്ന് വ്യക്തമായിട്ട് ആലോചിച്ച് തീരുമാനിക്കുക. നിങ്ങൾ ഒറ്റയ്ക്കിരുന്ന് തന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കുക. ഓക്കെ ഡിയർ. രണ്ടാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, ആ ഒരു കാര്യത്തിന് നിങ്ങളിങ്ങനെ ഇരുന്ന് ചിന്തിക്കുമ്പോൾ ആ ഒരു കാര്യത്തിന് രണ്ട് ആസ്പെക്ട്സ് വരും. അവിടെയാണ് നിങ്ങൾക്കൊരു കോൺഫ്ലിക്റ്റും വന്നിരിക്കുന്നത്. അതിനൊരു പ്രാക്ടിക്കൽ സൈഡ് ഉണ്ടായിരിക്കും, ഒരു ഇമോഷണൽ സാറ്റിസ്ഫാക്ഷൻ ലെവലും ഉണ്ടായിരിക്കും ആ ഒരു കാര്യത്തിന്. പ്രാക്ടിക്കൽ സൈഡ് ഓക്കെ ആണെങ്കിൽ ഇമോഷണലി സാറ്റിസ്ഫൈഡ് ആയിരിക്കില്ല. ഇമോഷണലി സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു കാര്യത്തിന് പ്രാക്ടിക്കൽ സൈഡും ഉണ്ടായിരിക്കത്തില്ല. അപ്പോഴെന്താണ് ചെയ്യാൻ സാധിക്കുക? ഒരു പക്ഷേ നിങ്ങൾ പ്രാക്ടിക്കൽ സൈഡ് ഓക്കെ ആയിട്ടുള്ള ഒരു കാര്യം ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇമോഷണലി നിങ്ങളവിടെ ഫിറ്റ് അല്ലെങ്കിൽ എന്ത് ചെയ്യും? കുറച്ച് നാൾ കഴിയുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരു മടുപ്പ് തോന്നും. നമുക്ക് ഒരു മെഷീനെ പോലെ പ്രവർത്തിക്കാൻ ഒരിക്കലും സാധിക്കില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് കുറച്ച് നാൾ കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ അത് വേണ്ടായിരുന്നു എന്ന് തോന്നും. അതേസമയം ഇമോഷണലി സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പിക്ക് ചെയ്യുന്നതെങ്കിൽ അവിടെ നിങ്ങൾക്ക് 100% കൊടുത്ത് നിൽക്കാൻ സാധിക്കും. ഏത് സാഹചര്യത്തിലും നിങ്ങൾ പിടിച്ചു നിൽക്കാനായിട്ട് ശ്രമിക്കും. കൂടുതലും ആ ഒരു കാര്യം നിങ്ങൾ സ്വയം പിക്ക് ചെയ്തതായിരിക്കും, മറ്റുള്ളവരുടെ സപ്പോർട്ട് കുറവായിരിക്കും. അപ്പോൾ സ്വന്തം ഇഷ്ടത്തിന് ചൂസ് ചെയ്തൊരു കാര്യമായതുകൊണ്ട് നമ്മൾ എന്ത് വില കൊടുത്തും അത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കും. പക്ഷെ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇമോഷണൽ സാറ്റിസ്ഫാക്ഷൻ മാത്രമായിട്ട് നമുക്കൊരു കാര്യം ചൂസ് ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അവിടെ ഒരു പ്രാക്ടിക്കൽ സൈഡ് കൂടിയുണ്ട്. അപ്പോൾ ഒരു ബിസിനസ് സംരംഭമാണ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളതെങ്കിൽ ആ ഒരു സംരംഭത്തിന് എന്തെങ്കിലും ഒരു ഫ്ലോപ്പ് സംഭവിച്ചാൽ അത് പാച്ചപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു കാര്യം മുൻകൂട്ടി നിങ്ങളിവിടെ കരുതി വയ്ക്കുക. നിങ്ങളുടെ ഒരു പ്രോപ്പർട്ടിയോ അല്ലെങ്കിൽ നിങ്ങളെ സഹായിക്കുന്ന ഒരു വ്യക്തിയോ, അത്രയും വിശ്വാസമുള്ളൊരു വ്യക്തിയോ നിങ്ങൾ കരുതി വയ്ക്കുക. എന്നിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുക. ആ കരുതി വയ്ക്കൽ അത്യാവശ്യമാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ ആദ്യം ഉണ്ടായിരുന്ന ലെവലിൽ നിന്നും താഴേക്ക് പോകേണ്ട ഒരവസ്ഥ വന്നേക്കാം. ഓക്കെ ഡിയർ. രണ്ട് വശവും നമ്മൾ ചിന്തിക്കണമല്ലോ ഒരു കാര്യം മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിക്കുമ്പോൾ. അത്തരത്തിൽ നിങ്ങളൊരു തീരുമാനം, ഈ രണ്ട് കാര്യങ്ങളിൽ നിന്ന് ഇമോഷണലി സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു കാര്യം തീരുമാനിച്ചു. അവിടെ എന്തെങ്കിലും ഫ്ലോപ്പ് ഉണ്ടായാൽ നമ്മളൊരു കാര്യം കരുതി വയ്ക്കുകയും ചെയ്തു. അങ്ങനെ നിങ്ങൾക്ക് കരുതി വയ്ക്കാനില്ലെങ്കിൽ അതുമായിട്ട് മുന്നോട്ട് പോകാതിരിക്കുന്നതാണ് ബെറ്റർ. നിങ്ങളുടെ ഒരു പാഷനായിരിക്കും അത്. അപ്പോൾ ആ ഒരു പാഷനെ ഫോളോ ചെയ്യാൻ നിങ്ങളുടെ ഹൃദയം പറഞ്ഞുകൊണ്ടേയിരിക്കും. പക്ഷേ എപ്പോഴും അതിൻ്റെ ഒരു പ്രാക്ടിക്കൽ സൈഡും അവിടെ നമുക്ക് ആവശ്യമാണ്. അതുപോലെ മൂന്നാമതായിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നത്, ഇങ്ങനെയൊന്നും ചിന്തിച്ചിട്ട് കിട്ടുന്നില്ല, ആകെ ഒരു 50-50 ചാൻസാണ് രണ്ട് കാര്യത്തിലും നിൽക്കുന്നത്. അതല്ലെങ്കിൽ മനസ്സ് ഒരു സമയം പറയുന്നു ഇത് ചൂസ് ചെയ്യും, അത് കഴിയുമ്പം പറയുന്നു അല്ല ഇത് ചൂസ് ചെയ്യും. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഹെൽപ്പ് സ്വീകരിക്കാവുന്നതാണ് പുറത്തുനിന്ന്. അതിനാണ് ആത്മീയപരമായിട്ടുള്ള ടൂൾസ്, ഉപകരണങ്ങളുള്ളത്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ അറിയില്ല, ടാരറ്റ് എന്ന് പറയുന്നത് അത്തരത്തിലൊരു ഉപകരണമാണ്. പെൻഡുലം എന്ന് പറയുന്നത് കുറച്ചുകൂടെ ആക്യുറേറ്റ് ആയിട്ട് എസ് ഓർ നോ ആൻസേഴ്സൊക്കെ തരാൻ പറ്റുന്ന ഒരു ടൂളാണ് പെൻഡുലം. അത്തരത്തിൽ ഉള്ള സ്പിരിച്വൽ ടൂൾസ് പ്രാക്ടീസ് ചെയ്യുന്ന വ്യക്തികളോട് സഹായം തേടാവുന്നതാണ്. അതും നിങ്ങൾ കൃത്യമായിട്ട് അത്തരത്തിലുള്ള വീഡിയോസൊക്കെ കണ്ടുവന്ന് നിങ്ങൾക്ക് റെസണേറ്റഡ് ആയിട്ടുള്ള വ്യക്തികളാണെങ്കിൽ അവരുമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു കൺസൾട്ടേഷൻ എടുത്ത് ഇതിനൊരു തീരുമാനം അല്ലെങ്കിൽ ഒരു അഡ്വൈസ് അവരോട് ചോദിക്കുക, ഒരു ഡിവൈൻ ഗൈഡൻസ് ചോദിക്കുക. അത്തരത്തിൽ മുന്നോട്ട് പോവാം. അല്ലാതെ
ഒരു കാര്യം എനിക്ക് തീരുമാനം എടുക്കാൻ സാധിക്കുന്നില്ല, പെട്ടെന്ന് പോയിട്ടൊരു സ്പിരിച്വൽ ഗൈഡൻസ് അങ്ങനെ ചെയ്യാതെ ഒരു പ്രാക്ടിക്കൽ സൈഡ് നോക്കുക, കൃത്യമായിട്ട് നിങ്ങൾ അവലോകനം ചെയ്യുക. അത് ഏതൊരു കാര്യത്തിന് ആവശ്യമാണ്, നമുക്കൊരു ധാരണ ആവശ്യമാണ്. ഈ ഒരു 3 പ്രോസസ്സിലൂടെയും 3 സ്റ്റെപ്പിലൂടെയും കടന്നുപോയി തന്നെ നിങ്ങളൊരു തീരുമാനം എടുക്കുക. അപ്പോൾ ആ ഒരു മൂന്നാമത്തെ സ്റ്റെപ്പ്, അതായത് ഒരു സ്പിരിച്വൽ ടൂളിൻ്റെ സഹായം നമുക്ക് ആവശ്യം വരുന്നത് അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ട്, അല്ലെങ്കിൽ നമുക്ക് അത്രയ്ക്കും ഒരു ഡിസിഷൻ എടുക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളൊരു ടൈമിലാണ് അത്തരത്തിലൊരു ടൂള് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു വ്യക്തിയുടെ സഹായം സ്വീകരിക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് അത്തരത്തിലുള്ള ടൂൾസ് പഠിച്ചുകൊണ്ട് നമുക്ക് അതാകുമ്പോൾ നമുക്ക് ആവശ്യമുള്ളപ്പോൾ നമുക്ക് അത് യൂസ്ഫുൾ ആകുമല്ലോ. അത്തരത്തിൽ ഒരു സ്പിരിച്വൽ ടൂള് പഠിച്ചിരിക്കുന്നത് നല്ലതാണ്. നമ്മുടെ ലൈഫിൽ ഒരു ഗൈഡൻസ് ആയിട്ട് നമുക്കൊപ്പം തന്നെ എപ്പോഴും ഉണ്ടായിരിക്കും ആ ഒരു അറിവ്, ആ ഒരു സ്പിരിച്വൽ നോളജ്. ഓക്കെ ഡിയർ, നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത്തരത്തിൽ ആത്മീയ തലത്തിൽ ഓരോ വ്യക്തികളും വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഈ സ്പിരിച്വൽ ടൂൾസിൻ്റെയൊക്കെ ഇമ്പോർട്ടൻസ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞില്ല, ആ മൂന്നാമത്തെ സ്റ്റെപ്പിലാണ് അത് വേണ്ടി വരിക. അല്ലാതെ സെക്കൻഡ് സ്റ്റെപ്പിൽ തന്നെ നിങ്ങൾ ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അതുമായിട്ട് പ്രൊസീഡ് ചെയ്ത് മുന്നോട്ട് പോകാവുന്നതാണ്. അതുമല്ല, ഫസ്റ്റ് സ്റ്റെപ്പിൽ തന്നെ നിങ്ങൾ ഓക്കെ ആണെങ്കിൽ അവിടെയും നിങ്ങൾക്ക് പ്രൊസീഡ് ചെയ്ത് മുന്നോട്ട് പോകാവുന്നതാണ്. നമ്മൾ ഈ ഒരു 2 സ്റ്റെപ്പ് കഴിഞ്ഞതിന് മാത്രമാണ് സ്പിരിച്വൽ ടൂൾസിലേക്ക് ഒരു ഗൈഡൻസ് എടുത്ത് പോകേണ്ടത്. ഓക്കെ ഡിയർ, നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു സോ മച്ച്.